എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്ന് എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം ഓറയാണ്. ഞാനിന്ന് വീഡിയോ വെളിയിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ വെതർ നല്ലതാണ്. അപ്പം നേരത്തെ വീഡിയോ എല്ലാം ചെയ്തത് ഇൻഡോർ ആയിരുന്നു. അപ്പോൾ ഇന്ന് വെതർ നല്ലതായതുകൊണ്ട് ഞാനിങ്ങനെ വെളിയിലിരുന്ന് കാറ്റുമൊക്കെ കൊണ്ട് നിങ്ങളോട് നമ്മുടെ അടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പലർക്കും അറിയായിരിക്കും, ഞാൻ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ വ്യൂവേഴ്സിനോടാണ് കൂടുതൽ ഇത് പറയുന്നത്. അതായത് 3 കാര്യങ്ങളെ പറ്റിയാണ്. 1 ചോയ്സ്, 2 ക്യാൻസ്റ്റാർ, 3 പ്രോഡക്റ്റ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ പോട്ടി എന്ന് പറയും. ഇത് 3 ഇവിടുത്തെ കൺസ്യൂമർ റിസർച്ച് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി ഇൻഫർമേഷൻ തരുന്ന 3 കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഞാനിതിൻ്റെ താഴെ സെർച്ച് ബട്ടണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പം ഇതൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാനിത് പ്രോഡക്റ്റിനെ പറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് നിങ്ങളെത്രമാത്രം അതിൽ വിശ്വസിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് അത് വിശ്വാസയോഗ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്തേത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസ്റ്റാർ. ഇവിടെ ക്യാൻസ്റ്റാർ എന്ന് പറയുന്നത് ക്യാൻസ്റ്റാർ ബ്ലൂ ഉണ്ട്, ക്യാൻസ്റ്റാർ ഗോൾഡ് ഉണ്ട്. ഞാൻ കൂടുതലും ഇതിനെപ്പറ്റി പറയാൻ പോകുന്നത് ക്യാൻസ്റ്റാർ ബ്ലൂ ഇതിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്ക് ക്യാൻസ്റ്റാർ ബ്ലൂവിനെ പറ്റി പറയുമ്പോൾ ക്യാൻസ്റ്റാറിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെ പല പല പ്രോഡക്റ്റ്സുകളും, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വീട്ടിലുപയോഗിക്കുന്ന ക്ലീനിങ് വൈപ്സ്, അതല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റ് ക്ലീനർ, മൾട്ടിപർപ്പസ് ക്ലീനേഴ്സ്, അങ്ങനത്തെ ചില പ്രോഡക്റ്റ്സൊക്കെ ക്യാൻസ്റ്റാർ 5 സർട്ടിഫൈഡ് ആണെന്ന് കാണാം. തന്നെ അതല്ല, നിങ്ങൾ സ്റ്റോറുകളിലൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില ലേബലുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലൂ ലേബൽ, അതിലൊരു 5 സ്റ്റാറുമായിട്ട്. അപ്പം അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് ക്യാൻസ്റ്റാർ 5ൻ്റെ റേറ്റിംഗ് വരുന്നത്. അതൊരു ഏജൻസിയാണ്, ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. അവർ നമ്മളുടെ പ്രോഡക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഉണ്ട്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവർ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അവർ പല അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാളിറ്റി പെർസെപ്ഷൻ, അതിൻ്റെ ലേബൽ, പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ക്ലെയിം, അതിനെയൊക്കെ വെച്ചിട്ട് പല സൂപ്പർ മാർക്കറ്റ്സിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ആൽഡി അല്ലെങ്കിൽ ഇവിടുത്തെ കോൾസ്, വൂൾവർട്സ്, ഇവിടെയുള്ള പ്രോഡക്റ്റുകൾ, പിന്നെ അല്ലാതെ നാഷണൽ ബ്രാൻഡായിട്ടുള്ള പ്രോഡക്റ്റ്സുകളൊക്കെ അവർ റിവ്യൂ ചെയ്തിട്ട് അവർ റേറ്റിംഗ് കൊടുക്കും. ആ റേറ്റിംഗ് തന്നെ പലതരം ഇതിലുണ്ട്. ഇപ്പോൾ ഒരു ക്ലീനിങ് പ്രോഡക്റ്റിൻ്റെ കാര്യമാണെങ്കിൽ എന്തുമാത്രം ക്ലീനാണ്, പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ സ്മെൽ എങ്ങനെയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഓരോ റേറ്റിംഗ് ഉണ്ട്. ചിലതിൽ 2 സ്റ്റാർ ആയിരിക്കും, ചിലതിൽ 3 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം പല റേറ്റിംഗ് കൊടുത്തിട്ട് അവർ അവസാനം ഒരു റേറ്റിംഗ് കൊടുക്കും. അത് 5 സ്റ്റാർ ആണെങ്കിൽ നമുക്ക് അവരുടെ അടുത്തുനിന്ന് അത് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മൾ പൈസ കൊടുത്ത്. ഞാനിപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് അവർ 5 സ്റ്റാർ ഇതാണെങ്കിൽ എനിക്ക് അവരുടെ ലൈസൻസസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്ട്സിലോ അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് ചെയ്യാനോ ഉപയോഗിക്കുമ്പോൾ ആ 5 സ്റ്റാർ, അത് ക്യാൻസ്റ്റാർ 5 സ്റ്റാർ റേറ്റഡ് പ്രോഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതൊരു ക്രെഡിബിലിറ്റിയാണ്. നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സിൽ അതൊക്കെ ക്യാൻസ്റ്റാർ ഒരു സർട്ടൻ ക്വാളിറ്റി അതിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതർത്ഥം. രണ്ടാമത്തേത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ചോയ്സാണ്. ചോയ്സ് ടെസ്റ്റിംഗ് ആദ്യം പറഞ്ഞ ക്യാൻസ്റ്റാറിനെക്കാളും കുറച്ചുകൂടെ പോപ്പുലറാണ് ചോയ്സ്. പർട്ടിക്കുലർലി ഈ അടുത്തിടെ ആണെങ്കിൽ ഈവൻ ഗവൺമെൻറ് തന്നെ ചോയ്സിനെ പല സൂപ്പർ മാർക്കറ്റ്സിൻ്റെ പ്രൈസിങ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് പോപ്പുലറാണ്. അവരും അതും ഇൻഡിപെൻഡൻ്റ് ആണ്. അത് നോ പ്രോഫിറ്റ് ലോസ് ഓർഗനൈസേഷനാണ്. അവരുടെ പ്രോഫിറ്റ് ആകെ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ അവരുടെ ലൈസൻസ് വാങ്ങുകയാണെങ്കിൽ അവരുടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ലോഗോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റിൽ. അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇച്ചിരി ഡിഫറെൻറ്റ് മോഡലിലാണ്. ഡിഫറെൻറ്റ് മോഡൽ എന്ന് ഞാൻ പറഞ്ഞാൽ, ഉദാഹരണത്തിന് പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡ് എല്ലാ വർഷവും അവർ ഈ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യും. അതായത് എല്ലാ മാർക്കറ്റിലുള്ള പ്രോഡക്ട്സുകളെല്ലാം അവരെടുത്തിട്ട് അവരെല്ലാം അവരുടെ ലാബിലോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് അവരിടുക. ഇപ്പോൾ 30%, 40%, 60% അങ്ങനെ
അപ്പോൾ അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, എന്തൊക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുള്ള അവരുടെ സൈറ്റിലും ഉണ്ട്. ഞാൻ ഈ കമൻറ്റിൻ്റെ സെക്ഷനിനകത്ത് കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ചില പ്രോഡക്റ്റുകൾ അവർ റെക്കമെൻഡ് ചെയ്യും, അതായത് ചോയ്സ് റെക്കമെൻഡഡ് എന്ന് പറയും. അതായത് അതിൻ്റെ ചില ക്രൈറ്റീരിയസ് അവർ തന്നെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു 80% 90% ഉള്ള ചില പ്രോഡക്റ്റ്സിലൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഇതാണ് നിങ്ങളിപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇവിടെ കൺസ്യൂമർ പ്രോഡക്റ്റ്സ് മാത്രമല്ലാതെ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സും ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ചോയ്സിൻ്റെ അകത്ത്. നിങ്ങളിപ്പോൾ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഹീറ്റർ വീട്ടിൽ വാങ്ങിക്കാൻ പോവുകയാണ്, അങ്ങനത്തെ ഒരുപാട് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെങ്കിലും ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലിസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കാണാം എങ്ങനെയാണ് അവർ ടെസ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് അവരുടെ എക്സ്പേർട്സ്, അതായത് ചോയ്സ് എക്സ്പേർട്സ് റിവ്യൂ എന്നാണ് പറയുന്നത്. അവരുടെ തന്നെ ഇതിൻ്റെ എക്സ്പേർട്സാണ് അവർ റിവ്യൂ ചെയ്യാറുള്ളത്. എനിക്കതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ, പല സമയത്തും പ്രത്യേകിച്ച് നമ്മളുടെ ക്ലീനിങ് പ്രോഡക്റ്റ്സ് ഒക്കെ വരുമ്പോഴത്തേന്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൾട്ടിപർപ്പസ് ക്ലീനർ. അപ്പോൾ നിങ്ങൾ ആ വേർഡിൽ തന്നെ ഉണ്ട് മൾട്ടിപർപ്പസ് ആണത്. അതായത് ഒരു പർപ്പസിനല്ല, മൾട്ടിപർപ്പസ് ക്ലീനർ എന്ന് വെച്ചാൽ പല രീതിയിൽ വീട്ടിലെ ക്ലീനിങ് ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ എനിക്ക് അവരുടെ ഇതുള്ള എൻ്റെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ റേറ്റിംഗ് കൊടുക്കുമ്പോൾ അവർ വളരെ 1-2 സർഫസുകളിലൊക്കെ അത് ഉപയോഗിച്ചിട്ട് അതിനെപ്പറ്റി റേറ്റിംഗ് കൊടുക്കുകയാണ്. പക്ഷേ അതങ്ങനെയല്ല. നമ്മളത് പ്രോഡക്റ്റ് ഡെവലപ്പ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഞാൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേനും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നോക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ അവരതിൻ്റെ ചില ആംഗിൾ കൊടുത്തിട്ട് അതൊരു ശരിയായിട്ടുള്ളതാണെന്ന് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു റീസണബിളി നല്ല റെക്കമെൻഡേഷനും അവരുടെ ടെസ്റ്റിങ്ങും ഒക്കെയാണ് അവർ ചെയ്യാറുള്ളത്. ഇനി മൂന്നാമത്തേതാണ് പ്രോഡക്റ്റ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത്. ലക്കിയായിട്ട് എനിക്കൊരു ഞാൻ ഡെവലപ്പ് ചെയ്ത പ്രോഡക്ട്സിൽ 2015 മുതൽ 18 വരെ തുടർച്ചയായിട്ട് 3 വർഷം ഞങ്ങളുടെ പ്രോഡക്ട്സിന് പ്രോഡക്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി. പല പ്രോഡക്ട്സിലായിട്ട് ആ വർഷത്തെ പ്രോഡക്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോൺടാക്ട് ചെയ്തിട്ട് പറയും, നിങ്ങൾക്ക് ഇപ്രാവശ്യം അവർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഓക്കെ നമുക്ക് ഇന്നത്. അപ്പോൾ അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്, അതായത് ഇത്ര മാസം അത് ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ചില ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ആ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഗ്യാരണ്ടി ഇല്ല അത് വിൻ ആവും എന്നുള്ളത്. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഏകദേശം ഒരു 20,000 വോളണ്ടിയേഴ്സാണോ അവർ പേ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു 20,000-ത്തിനടുത്ത് ഒരു 15,000 to 20,000 അത്രയും ആൾക്കാരുടെ അടുത്ത് ഈ പ്രോഡക്റ്റ്സ് കൊടുക്കുക. അവർ കൊടുത്തിട്ട് അവരോട് അത് യൂസ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് തരാൻ പറയും. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യനർ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും അവരത് വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ ഇത് പറയും. നമുക്കൊരു അവാർഡ് ഫംഗ്ഷനുണ്ട്. അതെപ്പോഴും നടക്കാറുള്ളത് സിഡ്നിയിലാണ് നടക്കാറുള്ളത്. ഞാനത് എനിക്കൊരു 4 വർഷം 4-5 വർഷം ഞാൻ പോയിട്ടുണ്ട്. അതായത് തുടർച്ചയായ 3 വർഷം എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള ക്യാപ്പിലാണ് ഞങ്ങൾക്ക് പ്രോഡക്റ്റിന് ഇത് കിട്ടിയത്. അപ്പം കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് കിട്ടിയത് 2024 പ്രോഡക്റ്റ് 2023 ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതും ഒരു ഇതാണ്. അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് ഓഫ് ദി ഇയർ അല്ലെങ്കിൽ POTY എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ വർഷത്തെ അവർ റെക്കമെൻഡ് ചെയ്ത പ്രോഡക്റ്റ് എന്താണെന്നുള്ളത്. അത് പല ക്രൈറ്റീരിയകളുണ്ട് അതിന്. ഒന്ന് ചിലപ്പോൾ ഇന്നോവേഷൻ ആയിരിക്കും, അതായത് പുതിയ എന്തെങ്കിലും ന്യൂനെസ് ഇൻ ടു ദ മാർക്കറ്റ്, അതായത് പുതിയ എന്തെങ്കിലും ടെക്നോളജി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉള്ള ചില പ്രോഡക്റ്റ്സ് ആയിരിക്കും. അത് ഫുഡിലും ഉണ്ട് നോൺ ഫുഡിലും ഉണ്ട്. കൂടുതലും ഫുഡ് സൈഡിലാണ്, പക്ഷേ നോൺ ഫുഡ് വളരെ ലിമിറ്റഡ്. എന്നിരുന്നാലും അതിനകത്തുണ്ട്. അപ്പം ഈ 3 ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് സാധനങ്ങൾ, അത് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ബിഗർ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുമ്പോഴത്തേന് നിങ്ങൾ നോക്കുക ക്യാൻ സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണോ, ചോയ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ, പ്രോഡക്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ടോ. അപ്പം നിങ്ങളത് നോക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ അതിൽ കൊടുക്കാം എങ്ങനെയാണ് ഓരോന്നിൻ്റെ ലോഗോ നിങ്ങൾ കാണുക എന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ലോഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണെന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുക. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങൾ കഴിവതും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. നമസ്കാരം. താങ്ക് യു.